എറണാകുളത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി മടങ്ങിയായിരുന്നു സോനുവും അർച്ചനയും ഇന്നലെ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയതാണ്. ട്രെയിനിൻ്റെ പുറകിലുള്ള ജനറൽ കോച്ചിലായിരുന്നു ഇവർ യാത്ര ചെയ്തത്. കാര്യമായ പ്രകോപനമില്ലാതെയാണ് ഈ മദ്യപനായ സുരേഷ് സോനുവിനെ തള്ളി വെളിയിലേക്ക് ഇട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർച്ചന കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇയാൾ തിരുവനന്തപുരത്തെ വെള്ളറടയിലെ സ്വദേശിയാണ്. ഈ ട്രെയിനിൽ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ആക്രമിക്കപ്പെടുന്ന ആദ്യ സംഭവമല്ല. നമ്മുടെ നെഞ്ചിൽ വെള്ളിടി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു സൗമ്യ കൊലപാതകം. ഈ ഗോവിന്ദസ്വാമിയുടെ കഥ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സൗമ്യയുടെ അമ്മ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരിക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് ഈ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ഭീകരനെ കുറിച്ചും കൂടി ഓർമ്മിച്ചു പോകും. അമ്മ പറയൂ. ഞാൻ അതന്നെ ഇപ്പൊ പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഗോവിന്ദസ്വാമിയുടെ മുഖം തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി ഈ ട്രെയിനിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് അതിനൊരു സുരക്ഷിത വേണം നമുക്ക് വേണ്ടത്. കാരണം ഇങ്ങനത്തെ ഇത് സംഭവിക്കരുത്. ഈ ട്രെയിനിൽ എത്രയോ പെൺകുട്ടികൾ, എത്രയോ അച്ഛനമ്മമാര് കുട്ടികളെ വിട്ട് ഓരോ ജോലിക്കായാലും ഇങ്ങനെ പഠിക്കാനായിട്ടെല്ലാം വിടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. കാരണം നമുക്കത് കേൾക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്തൊരു ഭയമായിട്ടാ തോന്നുന്നത്. അത് അങ്ങനെ സംഭവം ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഗോവിന്ദസ്വാമി തന്നെ ഇങ്ങനെ ഒരു ദുരിതം ചെയ്തിട്ട് ഇന്നും അവൻ ജയിലിൽ കിടക്കുകയാണ്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ റെയിൽവേ അത്രയും സുരക്ഷിത വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത്. കാരണം ആ കുട്ടിയുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും ആ കുട്ടി രക്ഷപ്പെട്ടത് തോന്നുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അല്ലാതെ ഈ സൗമ്യക്ക് പറ്റിയ പോലെ ഒരു സംഭവം, സൗമ്യയുടെ അനുഭവം തന്നെ അറിയാലോ എന്തായിരുന്നു അന്നാ സംഭവിച്ചത്. അതില് അതേപോലെ ഈ കുട്ടീനെ ട്രെയിനിൽ തള്ളിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി? അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് അത് വലിയത്. പക്ഷെ ഇതുപോലുള്ള ദുഷ്ടന്മാരെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ ദുഷ്ടന്മാരെ പുറത്തു വിടരുത്. പിന്നെ അവരിത് ചെയ്തുകൊണ്ടിരിക്കും. പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ നീചന്മാരുണ്ട് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് റോട്ടിൽ കൂടെ നടക്കാതിരിക്കാൻ പറ്റില്ല, ട്രെയിനിൽ യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല, ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ നീചന്മാരെ വിടരുത്. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അതാണ് എന്റെ മനസ്സിലാകുന്നു. സുമതി അമ്മയാണ് സംസാരിച്ചത്. നിങ്ങൾക്കറിയുന്ന പോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അതിഭീകരമായി കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മയാണ് സുമതി. സൗമ്യ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു ദുഃഖത്തിൻ്റെ കാരണമായി നിലനിൽക്കുമ്പോഴാണ് വർക്കലയിൽ ഈ പുതിയ സംഭവം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇയാൾ വെള്ളറടയിലും പരിസര പ്രദേശങ്ങളും സ്ഥിരം മദ്യപനായി നടക്കുന്ന ഒരാളാണ്. ഇന്നലെ ഉച്ചവരെ അയാൾ അവിടെ വെള്ളറടയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ എന്തിനാണ് ട്രെയിനിൽ യാത്ര ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ സോനു എന്ന് വിളിക്കുന്ന ശ്രീകുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.